ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks suitably using the appropriate clause. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഷീ ഡാഷ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഈ ക്വസ്റ്റ്യൻ ഏത് സെക്ഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓൾറെഡി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏതായിരുന്നു? നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് വന്നിരിക്കുന്നത്. ഷീ ഡാഷ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഓൾറെഡി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇഫ് ക്ലോസിന്റെ അവിടെയുള്ള ഏതാണോ ടെൻസ് വേണ്ടത് അത് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയിൻ ക്ലോസിന്റെ അവിടെ ഏത് ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹാഡ് പാസ്റ്റ്, വുഡ് ഹാവ് പാസ്റ്റ്, വുഡ് പാസ്, അതുപോലെ തന്നെ വിൽ പാസ്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇഫ് ക്ലോസിൽ നമുക്ക് തന്നിരിക്കുന്ന ടെൻസ് ഫോം എന്ന് പറയുന്നത് ഏതാണ്? ഹാഡ് സ്റ്റഡീഡ് എന്നുള്ളതാണ്. ഹാഡ് സ്റ്റഡീഡ് എന്നുള്ള ടെൻസ് ഫോം ആണ് ഇഫ് ക്ലോസിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഹാഡിന്റെ കൂടെ സ്റ്റഡീഡ് V3 ഫോമേ ഹാഡിന്റെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം ഹാഡിന്റെ കൂടെ V3 എന്നുള്ള ഫോമാണ് നമുക്ക് എവിടെ തന്നിരിക്കുന്നത്? ഇഫ് ക്ലോസിൽ തന്നിരിക്കുന്നത്. അങ്ങനെ ഹാഡിന്റെ കൂടെ V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ ആര് വേണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ നമുക്ക് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇവയിൽ 4 ഏതെങ്കിലും ഒന്നിന്റെ കൂടെ ഹാവ് V3 എന്നുള്ള ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ വുഡ് ഹാവ് V3 എന്നോ ഷുഡ് ഹാവ് V3 എന്നോ കുഡ് ഹാവ് V3 എന്നോ മൈറ്റ് ഹാവ് V3 എന്നോ ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത്. അതുള്ള ഒരെണ്ണം മാത്രമേ നമുക്കുള്ളൂ. അതാണ് സെക്കൻഡ് ഓപ്ഷൻ, വുഡ് ഹാവ് പാസ്റ്റ്. സോ തീർച്ചയായിട്ടും ഇതിന്റെ ആൻസർ ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഇഫ് ക്ലോസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ടൈപ്പ് 3 കണ്ടീഷനായിട്ട് പഠിക്കുന്നതാണ്. നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്ലോസ് ഇഫ് ക്ലോസിൽ വരുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്പാണ് ടൈപ്പ് 3. അതിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും ആവർത്തിച്ച് PSCക്ക് ചോദിക്കുന്നത് എന്ന് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് ഇഫ് ക്ലോസിൽ വരുന്ന ടൈപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ടൈപ്പ് വരുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഇൻ ദ എക്സാമിനേഷൻ. ഇതാണ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇഫ് ക്ലോസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെൻസ് ഫോം എന്ന് പറയുന്നത് സ്റ്റഡി എന്നുള്ളതാണ്. നമുക്കറിയാം സ്റ്റഡി എന്നുള്ളത് വെർബിന്റെ V1 ഫോം ആണെന്നറിയാം. അപ്പൊ ഇഫ് ക്ലോസിൽ നിങ്ങൾക്ക് വെർബിന്റെ V1 ഫോം ആണ് വരുന്നതെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതേണ്ടത് വില്ല്, ഷാള്, ക്യാന്, മൈറ്റ്. വില്ല്, ക്യാന്, ഷാള്, മേ 4 എണ്ണം. ഇവയിൽ 4 ഏതെങ്കിലും ഒന്നിന്റെ കൂടെ വെർബിന്റെ ആരെ തന്നെ ഉപയോഗിക്കുക? വെർബിന്റെ V1 ഫോം തന്നെ ഉപയോഗിക്കുക. ഇതാണ് ടൈപ്പ് 1. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസ് വിൽ V1 എന്നോ ഷാൾ V1 എന്നോ ക്യാൻ V1 എന്നോ മേ V1 എന്നോ കൊടുക്കുക. ടൈപ്പ് 2 എന്താ പറയുന്നത്? ഇഫ് ക്ലോസിൽ V2 ആണ് വരുന്നതെങ്കിൽ, ഇഫ് ക്ലോസിൽ വരുന്നത് V2 വെർബിന്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ നിങ്ങളുടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് വുഡ് V1, ഷുഡ് V1, കുഡ് V1, മൈറ്റ് V1. ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. അപ്പൊ ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസ് വുഡ് V1, ഷുഡ് V1, കുഡ് V1, മൈറ്റ് V1 ഇവയിൽ എന്തെങ്കിലും ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വുഡ് പാസ് എന്ന് എഴുതിയത്. അടുത്തത് നോക്കിക്കേ, തേർഡ് കണ്ടീഷൻ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ഇൻ ദ എക്സാമിനേഷൻ. ഇഫ് ക്ലോസിൽ നിങ്ങൾക്ക് ഹാഡിന്റെ കൂടെ V3 എന്നാണ് വരുന്നതെങ്കിൽ, ഇഫ് ക്ലോസിൽ വരുന്നത് ഹാഡ് V3 എന്നാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ക്ലോസ് വുഡ് ഹാവ് V3 എന്നോ ഷുഡ് ഹാവ് V3 എന്നോ കുഡ് ഹാവ് V3 എന്നോ മൈറ്റ് ഹാവ് V3 എന്നോ ആയിരിക്കണം. ഇത് 3 ഇഫ് ക്ലോസിന്റെ പ്രധാനപ്പെട്ട 3 ടൈപ്പുകൾ. ഇവ 3 നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹി ഹാസ് ഹാർഡ്ലി എനി മണി. കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ? ഓൾറെഡി നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 കാര്യങ്ങളാണ് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്?
ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തിനാണത് ചെക്ക് ചെയ്യേണ്ടത്? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ടാഗ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ നെഗറ്റീവ് ആയിരിക്കണം. അതേസമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവും ആയിരിക്കണം. ഇതറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്തിനാണത്? അങ്ങനെ ഒരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓക്സിലറി വെർബിനെ തന്നെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഷീ ഹാസ് ഹാർഡ്ലി എനി മണി. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താണ് ഹാർഡ്ലി എന്നുള്ളത് നെഗറ്റീവ് വേർഡ് ആണ്. അങ്ങനെ നെഗറ്റീവ് വേർഡ് ചേർന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവായി. സോ നമ്മുടെ ടാഗ് ആരായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇതിലൊരു ഓക്സിലറി വെർബ് ഉണ്ടോ എന്നാണ്. ഏതാണ്? ഇവിടെ ഓൾറെഡി ഹാസ് എന്നുള്ള ഓക്സിലറി വെർബ് കിടപ്പുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഹാസ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ വെർബായിട്ടാണ് അല്ലേ? ഇങ്ങനെ മെയിൻ വെർബായിട്ട് പൊസഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാസ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പൊസഷനെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇൻടേക്ക് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലോ ആണ് നമ്മൾ എപ്പോഴും ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 ഓക്സിലറി വെർബുകളെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ നോർമലി പറയുന്നത് അവയുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഈ ഹാസ്, ഹാവ്, ഹാഡിനെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പകരം ഡു, ഡസ്, ഡിഡ് ഇവയിൽ 3-1 ഉപയോഗിക്കണം എന്നുള്ളതാണ് റൂള്. ഇതിൽ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് കഴിക്കുക, ഹി ഹാഡ് ഹിസ് ലഞ്ച്. അതേപോലെ കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഹാസ്, ഹാവ്, ഹാഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായും അവയുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഡു, ഡസ്, ഡിഡിനെ തന്നെ ഉപയോഗിച്ചിരിക്കണം. ഈ ഒരു കേസിൽ മാത്രമാണ് അത് എടുത്തു പറയുന്നത്. അതേസമയം ഇവിടെ എന്താണ്? പൊസഷനെ കാണിക്കാനാണ്. പൊസഷനെ കാണിക്കാൻ നമ്മൾക്ക് രണ്ടും ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ് ഉപയോഗിക്കാം ക്വസ്റ്റ്യൻ ടാഗിൽ. പക്ഷെ PSC അംഗീകരിച്ചിട്ടുള്ളത് ഹാസ്, ഹാവ്, ഹാഡ് തന്നെയാണ്. ഇത്രയും നാളായിട്ടും PSC അംഗീകരിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് വേണ്ട? ഡു, ഡസ്, ഡിഡിനെ കൊടുക്കേണ്ട. സോ നമ്മുടെ ആൻസർ ഇവിടെ എന്ത് വരും? ഇവിടുത്തെ ഓക്സിലറി ഹാസ് ആണ്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ആൻസർ ഹാസ്, ഹി എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. PSCയുടെ ആൻസർ കീ വരുമ്പോഴേ നമ്മൾക്ക് PSC ഇത്രയും നാളും അംഗീകരിച്ചതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് കാണുമ്പോഴേ അറിയാം, റിപ്പോർട്ടഡ് സ്പീച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. Have you met the principal? The teacher said to me. കാണുമ്പോഴേ അറിയാം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ചേർക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്നായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചേർക്കുന്നു? ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്നാക്കുന്നു. സോ ദ ടീച്ചർ ആസ്ക്ഡ് മീ നമ്മുടെ എല്ലാ ഓപ്ഷനിലും എന്താണ്? ടീച്ചർ ആസ്ക്ഡ് മീ തന്നെയാണ്. ഇനി തന്നിരിക്കുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ആരെ ചേർക്കണം? ഒന്നെങ്കിൽ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന് ചേർക്കണം. സോ ഇവിടുത്തെ എല്ലായിടത്തും ഒന്നെങ്കിൽ രണ്ടിടത്ത് ഫസ്റ്റിൽ നമുക്ക് എന്തില്ല? ഈഫ് അല്ലെങ്കിൽ വെദർ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷനിലും ഇല്ല നമുക്ക് ഈഫ് അല്ലെങ്കിൽ വെദർ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നോക്കിക്കേ, മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഈഫ് ഉണ്ട്, നാലാമത്തെ ഓപ്ഷനിൽ വെദറും ഉണ്ട്. സോ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻപിലുള്ളത്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഈഫ് അല്ലെങ്കിൽ വെദറിന് ശേഷം ഉടനെ തന്നെ നമ്മൾ സബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ യു ആണ്. യുവിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ടീച്ചർ എന്നോടാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ്? ആ യു ആരായിട്ട് മാറും? ഐ ആയിട്ട് മാറും. സോ ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ, അത്രയും, അല്ലെങ്കിൽ ഈഫ് ഐ, അത്രയും ഓക്കെയാണ്. ഇനി തന്നിരിക്കുന്ന ടെൻസ് ഫോം എന്ന് പറയുന്നത് ഹാവ് V3 ആണ്. അത് തീർച്ചയായിട്ടും ഹാഡ് V3 ആയിട്ട് മാറും. സോ ഹാവ് മെറ്റ് എന്നുള്ളത് ഹാഡ് മെറ്റ് എന്നായിട്ട് മാറും. അങ്ങനെ ഹാഡ് മെറ്റ് ആയിട്ട് മാറണമെങ്കിൽ നമ്മളുടെ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. സോ ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പാൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഏതാണ്? ആർട്ടിക്കിൾ എന്നുള്ള സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി കൺസിഡേർഡ്.
വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൾറെഡി നമുക്കറിയാം ഏതാണ് ആൻസർ. ആഫ്റ്റർ എ ഇയർ ഓർ 2 ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ്. പ്രത്യേകിച്ച് നമ്മൾക്ക് അതിന് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എക്സെപ്ഷണൽ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ഇയറിന്റെ മുൻപിൽ നമ്മൾ ആരെ ഉപയോഗിക്കുന്നു? എ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നെക്സ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ്. ഇത് നമുക്ക് ടെൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. അവിടെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റിംഗ് എന്നുള്ളൊരു വെർബ് ഫോം തന്നിട്ടുണ്ട് അല്ലേ? ആ റിംഗ് എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോം ആണ്. ഇതിന്റെ ഏതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ക്വസ്റ്റ്യന്റെ ആൻസർ, ആ മീനിങ് എന്താ കൊടുത്തിരിക്കുന്നത്? ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ഐ റീച്ച്ഡ് ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ എത്തിച്ചേർന്നു. അതിനു മുൻപ് കിടക്കുന്ന വേർഡ് ഏതാണ്? ബിഫോർ. അതിനും മുൻപായിട്ട് അവിടെ എന്ത് നടന്നിരുന്നു? അതിനും മുൻപായിട്ട് അവിടെ എന്ത് ചെയ്തിരുന്നു? ബെല്ല് അടിച്ചിരുന്നു. അപ്പൊ 2 കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്കൂളിൽ എത്തിച്ചേർന്നു എന്നും പറഞ്ഞിട്ടുണ്ട്, ബെല്ലടിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്, നമുക്കറിയാം. ഇങ്ങനെയുള്ള 2 പാസ്റ്റ് കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിൽ ആദ്യം സംഭവിച്ച കാര്യം ഏതാണോ അതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഹാഡ് V3യും രണ്ടാമത് നടന്നത് ഏതാണോ അതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ V2 അഥവാ സിമ്പിൾ പാസ്റ്റും കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. ഓൾറെഡി ഇവിടെ ഏതാണ്? രണ്ടാമത് നടന്ന കാര്യമാണ് എന്ത്? ഞാൻ സ്കൂളിൽ എത്തിച്ചേർന്നു. സോ നമ്മൾ അവിടെ എന്ത് കൊടുത്തു? ഓൾറെഡി V2 കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപുള്ള കാര്യം ഏതാണ്? ബെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതിൽ കൊടുക്കണമെന്നാ പറഞ്ഞത്? ഹാഡ് V3യിൽ കൊടുക്കണം അല്ലേ? അങ്ങനെ ഹാഡ് V3യിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനേ ഉള്ളൂ ഇവിടെ? തേർഡ് ഓപ്ഷൻ, ഹാഡ് റങ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ദ ബെൽ ഹാഡ് റങ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെൻസിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ഗീവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ. നമുക്കറിയാം വൊക്കാബുലറി സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ വൊക്കാബുലറി സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളതായിരുന്നു. നിങ്ങളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദ സൺ, ദ മൂൺ, സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ്. അതായത് സണ്ണിനെ പറ്റിയും മൂണിനെ പറ്റിയും സ്റ്റാർസിനെ പറ്റിയും യൂണിവേഴ്സിനെയൊക്കെ പറ്റിയുള്ള സ്റ്റഡി നടത്തുന്ന ആള്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഏത് പേരിലാണ് നമ്മൾ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെയായിരുന്നു? ആസ്ട്രോളജർ, കോബ്ലർ, ആസ്ട്രോണമർ, ആസ്ട്രോളജിസ്റ്റ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏതാണ് നമ്മുടെ ആൻസർ. ആസ്ട്രോണമർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഓർത്ത് വെച്ചോളുക, സൺ, മൂൺ, സ്റ്റാർസ്, യൂണിവേഴ്സ് ഇവയെ പറ്റിയൊക്കെ സ്റ്റഡി നടത്തുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് ആസ്ട്രോണമർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ തന്നിരിക്കുന്ന മറ്റുള്ളവയുടെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. ആരാണ് ഒരു കോബ്ലർ എന്ന് പറഞ്ഞാൽ? കോബ്ലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? വൺ ഹൂ റിപ്പയേഴ്സ് ഷൂസ്. ഷൂസ് റിപ്പയർ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോബ്ലർ എന്ന് പറയുന്നത്. ഇനി ആസ്ട്രോണമർ എന്ന് നമ്മളിപ്പം നമ്മളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു. അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്ന ഒരു വൺ വേർഡ് ആണ് ആദ്യം തന്നിരിക്കുന്നത്, ആസ്ട്രോനോട്ട്. ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹു ട്രാവൽസ് ഇൻ സ്പേസ് ക്രാഫ്റ്റ്. സ്പേസ് ക്രാഫ്റ്റിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്ട്രോനോട്ട് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. ആസ്ട്രോനോട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ആസ്ട്രോണമറും. ആസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺമൂൺ അവയെല്ലാം പറ്റി പഠിക്കുന്ന ആളെയാണ് ആസ്ട്രോണമർ എന്ന് പറയുന്നത്. അതേസമയത്ത് സ്പേസ് ക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആസ്ട്രോനോട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വേർഡ് ഉണ്ടായിരുന്നു, ആസ്ട്രോളജിസ്റ്റ്. ആസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ജ്യോതിഷൻ എന്നൊക്കെ പറയും അല്ലേ? എന്താണ്? വൺ ഹൂ പ്രെഡിക്ട്സ് ദ ഫ്യൂച്ചർ ബൈ ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ്. ഗ്രഹങ്ങളുടെ സ്ഥാനം, സ്റ്റാർസിൻ്റെയൊക്കെ സ്ഥാനം നോക്കിയിട്ട് എന്താണ് ഒരാളുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആള്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്ട്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായിരുന്നു? ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ഇതും നമ്മളുടെ വൊക്കാബുലറി സെക്ഷനിലാണ്. ഒരു സെന്റൻസ് തന്നിട്ട് അതിലൊരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? സ്വാലിഹ് ലുക്ഡ് ചിയർഫുൾ വെയറാസ് സുമിൻ ലുക്ഡ് ഡാഷ്.
ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്തു തന്നിരിക്കുന്ന വേർഡ് ഏതായിരുന്നു? ചിയർഫുൾ എന്നുള്ള വേർഡാണ് അല്ലേ. ചിയർഫുളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എപ്പോഴും ഓപ്പോസിറ്റ് അറിയണമെങ്കിൽ തന്നിരിക്കുന്ന വേർഡിന്റെ മീനിങ് അറിയുമ്പോഴാണ് നമ്മൾക്ക് എന്തറിയാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് അറിയാൻ പറ്റുന്നത്. ചിയർഫുൾ എന്നുള്ള വേർഡിന്റെ എന്താണ്? ചിയർഫുൾ എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? ചിയർഫുൾ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? വളരെ സന്തോഷകരമായിട്ടിരിക്കുന്നത് അല്ലെ, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്തിന്റെ? ചിയർഫുള്ളിന്റെ മീനിങ്. അപ്പം ഹാപ്പി അല്ലാതെ ദുഃഖകരമായിട്ടിരിക്കുന്നത്, വളരെ മൂടി ആയിട്ടിരിക്കുന്നത്, സന്തോഷമില്ലാതിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഓപ്പോസിറ്റിൽ വേണ്ടത്. അങ്ങനെയുള്ളതിന് നമുക്ക് എന്താണ് ഇവിടെ മീനിങ് വരുന്നത്? നമ്മളുടെ ആൻസർ ഗ്ലൂമി എന്നുള്ളതാണ്. നീ എന്താണ് വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ലോക്കലി ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലെ. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു, വളരെ സങ്കടത്തോടെ വിഷമിച്ചിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഗ്ലൂമി എന്നുള്ള വേർഡിന്റെ കുറച്ച് സിനോണിംസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മീനിങ് ഉള്ളത് അല്ലേ. അപ്പൊ ഗ്ലൂമി എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ട് നിങ്ങളോട് ഇതിന്റെ സമാനമായിട്ടുള്ള അർത്ഥമുള്ള സിനോണിം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഡാർക്ക് എന്ന് വരാം, അതുപോലെ തന്നെ ഡിം എന്ന് വരാം, ഷാഡോയി എന്ന് വരാം, ഡിഞ്ചി വരാം, സോംബർ എന്ന് വരാം. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് കൊടുക്കാവുന്നതാണ്? ഗ്ലൂമിയുടെ സിനോണിമായിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഗ്ലൂമിയുടെ ആന്റോണിംസ് എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞു. എന്താണ്? ചിയർഫുൾ പറഞ്ഞു, പിന്നെ എന്തായിരുന്നു? ഹാപ്പി, സണ്ണി, ബ്രൈറ്റ്. ഇതെല്ലാം ഗ്ലൂമി എന്നുള്ള വേർഡിന്റെ ആന്റോണിംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Which is the apt synonym for the word underlined? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സിനോണിം ആണ്. സെയിം മീനിങ് ഉള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The woman looked very weak. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് വീക്ക് എന്നുള്ള വേർഡാണ്. ആ വീക്കിന്റെ അതേ മീനിങ് ഉള്ളത് ഇവിടെ ഏതാണ്? നമുക്ക് സ്മാർട്ട് ഉണ്ട്, ഫീബിൾ ഉണ്ട്, വിക്റ്റ് ഉണ്ട്, അമിയബിൾ ഉണ്ട്. സോ നമ്മളുടെ ആൻസർ ഫീബിൾ എന്നായിരുന്നു. ഫീബിൾ എന്ന് പറഞ്ഞാലും എന്താണ്? പരിഭ്രമിച്ചിരിക്കുക, വളരെ അവശ നിലയിലിരിക്കുക എന്നുള്ള മീനിങ് ആണ് നമുക്ക് ഫീബിളിനും കിട്ടുന്നത്. നോക്കിക്കേ, വിക്റ്റ് അവിടെ തന്നിരിക്കുന്നതിൽ ഒരു വേർഡായിരുന്നു വിക്റ്റ്. എന്താണ് ആ വിക്റ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ്? പഠിച്ചു വെച്ചോളുക. ഈവിൾ അല്ലെങ്കിൽ സിൻഫുൾ അല്ലെങ്കിൽ ഇമ്മോറൽ. ഈവിൾ ആയിട്ട് ദുഷ്കരമായിട്ടുള്ള, ദുഷ്കരം മീൻസ് ദുഷ്ടത എന്നൊക്കെയുള്ളതാണ് വിക്കഡ്. ക്രൂരമായിട്ടിരിക്കുന്ന, ക്രൂക്കഡായിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് വിക്കഡ് എന്ന് വരുന്നത്. ഇനി അവിടെ ഏമിയബിളും ഉണ്ട്, ഏമിക്കബിളും ഉണ്ട്. രണ്ടും നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. ഏമിയബിൾ എന്ന് പറഞ്ഞാലും ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം, ഏമിക്കബിൾ എന്ന് പറഞ്ഞാലും ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം. പിന്നെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഏത് കൊടുക്കാം? എമിയബിൾ എന്ന് കൊടുക്കാം. അതേ സമയത്ത് ഒരു എഗ്രിമെന്റ് നടക്കുന്നു, ആ എഗ്രിമെന്റ് വളരെ സൗഹൃദപരമായിട്ടാണ് നടന്നത്, ഇല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് നടക്കുന്നു, വഴക്കൊന്നും ഇല്ലാണ്ട് വളരെ സൗഹൃദപരമായിട്ടാണ് ആ ഡിവോഴ്സ് നടന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ദ സെറ്റിൽമെന്റ് വാസ് എന്താണ്? ഡൺ എമിക്കബിളി എന്ന് പറയാം. അവിടെ എന്താണ്? അവിടെയാണ് ഒരു സെറ്റിൽമെന്റോ ഒരു ഡീഡോ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റോ ഒക്കെ നടക്കുമ്പോൾ അത് ഫ്രണ്ട്ലി ആണെങ്കിലാണ് നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? എമിക്കബിൾ എന്ന് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഫ്രണ്ട്ലി ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എമിയബിൾ എന്നായിരിക്കും. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ. അടുത്ത രണ്ട് വേർഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയ രണ്ട് വേർഡ്സും കൂടെയാണ് അവിടെ തന്നിരിക്കുന്നത്. ഒന്ന് ആംബിൾ. ആംബിൾ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, സ്പേഷ്യസ്, വളരെയധികം വിശാലമായ എന്നുള്ള മീനിങ് ആണ് ആംബിൾ എന്നുള്ള വേർഡിന്റെ അർത്ഥം. ദെൻ ആംബിഗസ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത എന്നുള്ള മീനിങ് ആണ് ഏതിനുള്ളത്? ആംബിഗസിനുള്ളത്. ഓക്കെ അല്ലേ? സോ ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയ 2-3 വേർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. 4 വേർഡ്സ് തന്നിട്ടുണ്ട്. LOSS ലോസ്, LOST ലോസ്റ്റ്, LOOSC ലൂസ് ആൻഡ് LOSC ലോസ്. ഇതിൽ നിന്ന് ഏതാണ് നമ്മൾക്ക് ഈ സെന്റൻസിൽ വേണ്ടത്? ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. എന്തായിരിക്കും? ഇഫ് യു ലോസ് ദ മണി എന്നുള്ളതാണ് അല്ലെ. LOSS ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു നൗൺ ആണ്, നഷ്ടം എന്നുള്ളതാണ്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോസ് എന്ന് പറഞ്ഞ വേർഡിന്റെ V2 ഫോമും V3 ഫോമും രണ്ടും എന്ത് തന്നെയാണ്? ലോസ്റ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലോസ്റ്റ് ഉപയോഗിക്കാഞ്ഞത് ഒരേ അർത്ഥമായിട്ടും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിൽ ക്വിറ്റ് ആണ്.
നമ്മുടെ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വന്നാൽ നമ്മുടെ ഇഫ് ക്ലോസിലും ആരായിരിക്കണം മക്കളെ? ഇഫ് ക്ലോസിലും V1 തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ലോസ്റ്റ് ഉപയോഗിക്കാണ്ട് ആരെ ഉപയോഗിച്ചത്? ലോസ് എന്നുള്ള V1നെ ഉപയോഗിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Pick out the correct sentence with the right phrasal verb for the underlined word. എന്തായിരുന്നു? ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. The doctor advised me to abandon smoking. ഡോക്ടർ എന്നെ എന്താണ് അഡ്വൈസ് ചെയ്തത്? സ്മോക്കിംഗ് അബാൻഡൻ ചെയ്യുക. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. സോ ഈ ഉപേക്ഷിക്കുക എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഈ 4 സെന്റൻസുകളിൽ നിന്നും ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The doctor advised me to give away smoking. The doctor advised me to call off smoking. The doctor advised me to give up smoking and the doctor advised me to put out smoking. അപ്പോൾ ഈ 4 സെന്റൻസുകളിലും ഉള്ള ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയായിരുന്നു? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഗിവ് എവേ, രണ്ടാമത്തെ സെന്റൻസിൽ കോൾ ഓഫ്, മൂന്നാമത്തെ സെന്റൻസിൽ ഗിവ് അപ്പ്, നാലാമത്തെ സെന്റൻസിൽ പുട്ട് ഔട്ട്. ഈ 4 എണ്ണത്തിൽ നിന്നും ഏതാണ് അബാൻഡൻ ഉപേക്ഷിക്കുക, നിർത്തുക എന്നുള്ള അർത്ഥത്തിൽ വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗിവ് അപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്. അബാൻഡൻ അഥവാ ഉപേക്ഷിക്കുക എന്നുള്ളതിന്റെ ഫ്രേസൽ വെർബാണ് ഗിവ് അപ്പ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഫ്രേസൽ വെർബ്സിന്റെ മീനിങ്ങും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. എന്തായിരുന്നു? കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ക്യാൻസൽ, ക്യാൻസൽ ചെയ്യുക, നിർത്തലാക്കുക എന്നുള്ളതാണ് കോൾ ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ്. നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കോൾ ഫോർ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിമാൻഡ് എന്നാണ്. കോൾ ഫോർ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ഡിമാൻഡ് എന്നുള്ളതാണ്. ഇനി ഏതാ പറഞ്ഞിരിക്കുന്നത്? ഗിവ് എവേ. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഗീവ് സംതിങ് ഫ്രീ. ഫ്രീ ആയിട്ട് ഒരു കാര്യം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഏത് ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്? ഗിവ് എവേ എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഗിവ് ഇൻ. എന്താണ് ഗിവ് ഇന്നിന്റെ അർത്ഥം? ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഗിവ് ഇന്നിന്റെ അർത്ഥം. ദെൻ അടുത്തത് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ്റ്റിംഗ്വിഷ് എന്നുള്ളതാണ്. എക്സ്റ്റിംഗ്വിഷ് എന്നുള്ളതാണ് പുട്ട് ഔട്ടിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പുട്ട് ഓൺ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വേർഡാണ് പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിയർ, ധരിക്കുക എന്നുള്ളതാണ്. ദെൻ പുട്ടപ്പ് വിത്ത് എന്നുള്ളത് കുറെ തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക എന്നുള്ളതാണ്. സോ ഫ്രേസൽ വെർബ് എന്നൊരു സെക്ഷൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സോ അതിൽ നിന്നും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സിനെ മാത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നലത്തെ എക്സാമിനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്നാൽ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളതുമാണ്. എളുപ്പമുള്ളതാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? കൂടുതൽ തെറ്റാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ഇരുത്തി വായന എപ്പോഴും അത്യാവശ്യമാണ്. എപ്പോഴും നമുക്ക് സന്തോഷമാണല്ലേ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. ആ സന്തോഷം നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യും? തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര സന്തോഷമായാലും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസും കൃത്യമായിട്ട് വായിക്കുക. നമ്മളെ കുരുക്കിലേക്കാക്കുന്ന, നമ്മളെ കുരുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അതിൽ തന്നിട്ടുണ്ടോ, തെറ്റിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ എഴുതുക. സോ അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 10 ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫാക്ട്സും കൂടെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിച്ചത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. സോ അടുത്ത വരുന്ന എല്ലാ പരീക്ഷകൾക്കും എല്ലാവർക്കും പഠിച്ചതെല്ലാം ഓർമ്മ കിട്ടട്ടെ എന്നും എല്ലാ രീതിയിലും നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ്.